कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനാഥാലയത്തിൽ മരിച്ച പിതാവിന്റെ മൃതദേഹം കാണാൻ നിൽക്കാതെ മകൻ വീട് പൂട്ടിപ്പോയി. പിതൃസ്മരണയിൽ ആയിരങ്ങൾ കർക്കടക വാവുബലി തർപ്പണം നടത്തി. വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നാട്ടികയിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മണലൂരിലെ അനാഥാലയത്തിൽ വെച്ച് മരിച്ച പിതാവിന്റെ മൃതദേഹം കാണാൻ പോലും തയ്യാറാകാതെ മകനും മരുമകളും വീട് പൂട്ടിപ്പോയി. പൂട്ടിയ വീടിന്റെ മുറ്റത്ത് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് വയോധികന്റെ അന്ത്യയാത്രാ കർമ്മങ്ങൾ നടത്തി. അരിമ്പൂരിലാണ് സംഭവം. 78 വയസ്സുള്ള അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ തോമസിനാണ് അന്ത്യയാത്രയിലും മക്കളുടെ അവഗണന നേരിട്ടത്. ബുധനാഴ്ച രാവിലെയായിരുന്നു മണലൂരിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ തോമസ് മരിച്ചത്. എന്നാൽ വിവരമറിഞ്ഞ മകനും മരുമകളും വീട് പൂട്ടി പോവുകയായിരുന്നു. ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇതോടെ വീട്ടിലെത്തിച്ച മൃതദേഹം അകത്ത് കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വരികയായിരുന്നു. മറ്റൊരു അഗതി മന്ദിരത്തിൽ കഴിഞ്ഞിരുന്ന തോമസിന്റെ ഭാര്യ റോസിലിയും ബന്ധുക്കളും ഏറെ നേരം മകനായി മൃതദേഹവുമായി കാത്തിരിക്കുകയും ചെയ്തു. തുടർന്ന് വീടിന് പുറത്ത് കിടത്തി നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അന്ത്യയാത്രാ കർമ്മങ്ങൾ നടത്തി. വൈകിട്ട് എറവ് സെയിന്റ് തെരേസസ് പള്ളിയിൽ തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. പിതാവിന്റെ അന്ത്യയാത്രാ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ മകൻ മാറി നിൽക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. മകനും മരുമകളും മർദ്ദിക്കുന്നതായി ആരോപിച്ച തോമസ്, ഭാര്യ റോസിലി എന്നിവർ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഇവരെ മണലൂരിലെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനുശേഷം മാസങ്ങളായി തോമസും റോസിലിയും മണലൂരിലെ വ്യത്യസ്ത അഗതി മന്ദിരത്തിൽ താമസിച്ചു വരികയായിരുന്നു. തൃപ്രയാറിലെ വഴിവിളക്കുകൾ കത്തിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി നട്ടുച്ചയ്ക്ക് പന്തം കത്തിച്ച് പ്രതിഷേധിച്ചു. പാലത്തിന്റെ കിഴക്കുവശത്ത് നാലമ്പല ദർശന കാലത്ത് പോലും തൃപ്രയാർ പാലത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കാൻ മുൻകരുതലെടുക്കാത്ത നാട്ടിക താന്യം പഞ്ചായത്തുകളുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു നട്ടുച്ചയ്ക്ക് പന്തം കത്തിച്ച് പ്രതിഷേധം. സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, അശ്വിൻ ആലപ്പുഴ, റാനിഷ് രാമൻ, അഭിലാഷ് മനോഹർ, അമൽ നാട്ടിക, യദു തോപ്പിൽ, ഗോകുൽ പറളം, ശ്യാം ചന്ദ്രൻ, ശരത് പാലപ്പെട്ടി, സന്ദീപ് VS, വൈഷ്ണവ് സന്തോഷ്, അമൻ PS എന്നിവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ആദ്യത്തെ അമ്പലമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃശ്ശൂരിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതലായി വരുന്നത് താന്യം പഞ്ചായത്തിലൂടെ കടന്ന് നാട്ടിക പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്ടിക പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലത്തിലൂടെയാണ്. ആ പാലത്തിലൂടെ തന്നെയാണ് ദിനം പ്രതി ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ്. പ്രഭാത സവാരിക്ക് ആളുകൾ വരുന്ന പാലമാണ്. കാൽനട യാത്രക്കാരും സഞ്ചാരികളും സഞ്ചരിക്കുന്ന ഈ പാലത്തിൽ വഴിവിളക്കുകൾ നിലച്ചിട്ട് മാസങ്ങളായി. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടെങ്കിലും പഞ്ചായത്ത് അധികാരികൾ കണ്ണ് തുറക്കാത്ത പക്ഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നട്ടുച്ചയ്ക്ക് ഇനിയെങ്കിലും കണ്ണ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. രാത്രി കണ്ണു തുറക്കുന്നില്ല പഞ്ചായത്തിൻ്റെ അധികാരികൾ, രാത്രി വഴിവിളക്കുമില്ല. അതുകൊണ്ടാണ് നട്ടുച്ച നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തിക്കൊണ്ട് പ്രതിഷേധ പ്രതിഷേധത്തിനും യൂത്ത് കോൺഗ്രസ് തയ്യാറാകുന്നത്. ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിൽ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്ര ആറാട്ട് സ്വീകരണ ഭാരത് അഴിമുഖം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവുബലി ആചരണം നടത്തി. പാട്ടത്തിപ്പറമ്പിൽ സുശീർ ശാന്തി കാർമ്മികനായി. ബലികർമ്മത്തിൽ 1000ഓളം പേർ പങ്കെടുത്തു. സോമൻ തെക്കുട്ട്, ദാസൻ KN, വിഷ്ണു EU, EC പ്രജിത്ത്, ഉഷ സുകുമാരൻ, ശകുന്തള ബാബു, അക്ഷയ് AV, രാജേഷ് US, ആയുഷ് KPR, യദുകൃഷ്ണ KR, ജിതിൻ KJ, സിബി NA എന്നിവർ നേതൃത്വം നൽകി. പ്രദേശത്ത് വാടനപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു.
തൃപ്പയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം നടന്നു. ആല കോതപറമ്പ് ബ്രഹ്മശ്രീ കോരുവാശാൻ സ്മാരക വൈദിക സംഘത്തിലെ പനങ്ങാട്ട പ്രബീഷ് ശാന്തി, എസ്.എൻ. പുരം കാതികുളത്ത് കണ്ണൻ ശാന്തി, മേത്തല എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാമൻ ചേർത്തടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ കെ ധർമ്മപാലൻ മാസ്റ്റർ, രവീന്ദ്രൻ കുറുവത്ത്, രാജൻ കാരയിൽ, കെ കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു. ലുപ്തപിണ്ഡം പുത്രഗാര വിവർജിതം പ്രിയാലോപ ഹദാശ്ചൈവ ജാത്യന്ത പാംഗവാസ്തദ വിരൂപ ആമഗർഭ ജ്ഞാത കുലേ മമ. വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നാട്ടിക ശ്രീനാരായണ ഹാളിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി.കെ. ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി M.A. ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K.A. വിശ്വംഭരൻ, K.R. സീത, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.M. അഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അനിൽ പുളിക്കൽ, N. സ്വർണലത, ഷൈൻ നെടിയിരിപ്പിൽ, U.K. ഗോപാലൻ, V.N. രണദേവ്, തൃപ്രയാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത്, T.S. മധുസൂദനൻ, K.B. ഹംസ എന്നിവർ സംസാരിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായിരുന്നുമെല്ലാം ഒട്ടേറെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചാണ് കടന്നുപോയത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ കുറിയ മനുഷ്യൻ്റെ വാക്കുകൾക്ക് നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാതോർക്കാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയിരുന്നത്. ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും എല്ലാം അനുഭവിച്ച അദ്ദേഹം ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറെ പങ്ക് നിർവഹിച്ചാണ് കടന്നു പോകുന്നത്. ഒരു നേതാവും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും ഇത്രയധികം നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. ഇത്രമാത്രം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ ഭൂമികയിലേക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയ മറ്റൊരു മനുഷ്യനുണ്ടാകില്ല. CPM അന്തിക്കട ലോക്കൽ കമ്മിറ്റിയും അക്ഷയ കേന്ദ്രവും സൈമൺ കണ്ണാശുപത്രിയും സംയുക്തമായി മസ്റ്ററിംഗ് ക്യാമ്പും കണ്ണ് പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം A.V. ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കട ലോക്കൽ സെക്രട്ടറി K.V. രാജേഷ് അധ്യക്ഷനായി. CPM അന്തിക്കട ലോക്കൽ കമ്മിറ്റി അംഗം K.R. രബീഷ്, K.G. ഭുവനൻ, T.G. ദിലീപ് കുമാർ, സുജിത് അന്തിക്കാട്, പ്രേംശങ്കർ, A.K. അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ഒരിടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ശ്രീരാസ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് പ്രഭാത ഭക്ഷണ വിതരണം തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് നടത്തി. ശ്രീരാസ പ്രസ്ഥാനത്തിന്റെ ജീവൻ സേവാ പദ്ധതിയുടെ ഭാഗമായി നടന്ന പദ്ധതി തൃപ്പയാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ കർക്കിടക മാസത്തിലെ വിശിഷ്ടമായ ഈ കർക്കിടക വാവ് ദിവസം നമ്മൾ പിതൃപ്രീതിക്കായിട്ട് ബലിതർപ്പണമൊക്കെ നടത്തുന്ന ഒരു ദിവസമാണ്. അന്ന് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി ഇന്ന് ഇവിടെ ഒരു ലഘുഭക്ഷണ വിതരണം നടത്തുകയാണ് ശ്രീരാസ കമ്മ്യൂണിറ്റി. ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളുമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ശ്രീരാസ കമ്മ്യൂണിറ്റിയുടെ ഇന്നത്തെ ഈ ലഘുഭക്ഷണ വിതരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലളിതമായ ചടങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രാമായണം 23 ഗ്രന്ഥത്തിന്റെ രചയിതാവും ശ്രീരാസ വർക്ക്ഷോപ്പ് ആധുനിക പുനഃസ്ഥാപകനും കൂടിയായ യോഗി മംഗള, നാട്ടിക പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വിനു, നാട്ടിക പഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ, KG അല്ലിറാണി, ലിസി അശോകൻ, സബിത KR, ദിവാസ് ആലക്കൽ എന്നിവർ പങ്കെടുത്തു. രാമായണം 23 പുസ്തക വിൽപ്പന സ്റ്റാളും 3 ദിവസം കൂടി ക്ഷേത്രനടയിൽ തുടരുന്നതാണെന്നും ശ്രീരാസ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ KK അരുൺകുമാർ അറിയിച്ചു. ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ രാജേഷ് ചുള്ളിയിലിനെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു. 29 വർഷത്തെ സേവനത്തിനിടെ മികച്ച വില്ലേജ് ഓഫീസറായും തഹസിൽദാരായും സേവനം ചെയ്യുകയും മികച്ച തഹസിൽദാർക്കുള്ള അവാർഡ് നേടി ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ രാജേഷ് ചുള്ളിയിലിനെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവ്, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. ഈ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം. നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻപടിയ സ്കൂളിൽ ആണ് ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അവിടെ തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. അപ്പം നമുക്കറിയാം, ഏത് ചെറിയ സ്കൂളിൽ പഠിച്ചാലും നമുക്ക് നമ്മുടെ നിശ്ചയദാർഢ്യം വെച്ച് മുന്നേറി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ എത്താം എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൃത്യമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൃത്യമായ അഭിനന്ദനങ്ങൾ ആദ്യമേ നേടുകയാണ്. 2003 ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ എന്ന അവാർഡിന് അർഹനാവുകയും അതുപോലെ തന്നെ അതിലും മികച്ച തസ്തികയായ തഹസിൽദാർ തസ്തികയിൽ 2023 കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തഹസിൽദാർ എന്ന പദവിക്ക് അർഹനാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രൊമോഷൻ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ എന്ന തസ്തികയാണ് ഞാനിപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം 3 ജില്ലയുടെ ചാർജ് വഹിക്കുന്ന 3 ഓഫീസുകളുടെ ചാർജ് വഹിക്കുന്ന ഒരു പദവിയാണ് അത്. എന്നിരുന്നാലും ഇത്രയും 29 വർഷത്തെ സർവീസിനിടയ്ക്ക് എന്നെ സമീപിക്കുന്ന സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് എന്നാൽ കഴിയുന്ന പരമാവധി സേവനം ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 10 ഹൈസ്കൂളുകളിലെ അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പരാതി. ഇതിൽ വലപ്പാട് ഉപജില്ലയിലെ 3 ഹൈസ്കൂളുകളും ഉൾപ്പെടും. ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി അധികാരികളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും അധ്യാപകർക്കും ജീവനക്കാർക്കും അവരുടെ ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നുമാണ് പരാതി. ഇത് സംബന്ധിച്ച ഉചിതമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച് പരിഹരിക്കണമെന്ന് KPSTA വലപ്പാട് ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ KPSTA ഉപജില്ലാ പ്രസിഡന്റ് സംഗീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജ മൗസമി, സംസ്ഥാന എക്സിക്യൂട്ടീവ് റൈജു പോൾ, ഉപജില്ലാ സെക്രട്ടറി ഷബോൺ ജെ താടിക്കാരൻ, ഉപജില്ലാ ട്രഷറർ ടോണി എന്നിവർ സംസാരിച്ചു.
മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ 5000-ലധികം പേർ കർക്കിടക വാവ് ബലി തർപ്പണം നടത്തി. തൃത്തല്ലൂർ രമേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതൃതർപ്പണവും ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമവും നടന്നു. ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഔഷധകഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ ഗിരീഷ് മാത്തുകാട്ടിൽ, പ്രദീപ് കരിപ്പാടത്ത്, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര, എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഭഗവതോ മഹാ പുരുഷസ്യ വിഷ്ണുരാജ്ഞായ പ്രവർത്തിമാനസ്യ ആദ്യ ബ്രഹ്മണേ ദിധ്യവരാർത്തെ ശേധ വരാഹകൽപേ വൈവത്സരേ മന്യന്ധരേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോः ദക്ഷിണപാർശ്വേ ശതാബ്ദേ ആസ്മിन् വർത്തമാനേന വ്യവഹാരികേ ചാന്ദ്ര സൗരവമാനേന പ്രഭാവതി ഷഷ്ഠേ സംവത്സരാണ മധ്യേ അഗ്രിനാമ സംവത്സരേ ദക്ഷിണായനേ ഗ്രീഷ്മകൃതോ അപരപക്ഷേ പുനർദം നക്ഷത്രയുക്തായ ശുഭനക്ഷത്രേ ശുഭയോഗേ ശുഭകരണം ഏവം ഗുണ സകല ഗുണ വിശേഷേണ വിശിഷ്ടായ തൃപ്പയാർ കിഴക്കേനടയിൽ വിശ്വബ്രഹ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. രാമചന്ദ്രൻ ആചാരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ആളുകൾ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. വാടനപ്പള്ളി ബീച്ച് അമൃത തീരത്ത് കർക്കിടക വാവ് ബലിയും പിതൃതർപ്പണവും നടത്തി. പുലർച്ചെ 4 മുതൽ നടത്തിയ ബലിതർപ്പണത്തിന് നിരവധി ഭക്തർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് പ്രതീഷ് ശാന്തി വലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൃത തീരം പിതൃതർപ്പണ സമിതി പ്രസിഡന്റ് കെ ജയമോഹനൻ, സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. കനത്ത മഴയിലും കർക്കിടക വാവു ദിനത്തിൽ വലപ്പാട് ബീച്ചിൽ ബലിതർപ്പണത്തിനായി വൻ തിരക്ക്. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. താണിയത്ത് സുധൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത്. വലപ്പാട് പോലീസ്, അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, തൃപ്പയാർ ആർട്സ് പ്രവർത്തകർ എന്നിവർ ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി സ്ഥലത്തുണ്ടായിരുന്നു. കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇലയിൽ കളിക്കുക, ശരീരത്തിൽ കളിക്കുക, പൂജ സാധനങ്ങളിൽ കളിക്കുക. അതിനുശേഷം ഭഗവാനെ എടുത്ത് നോക്കുക, ആ വിളക്കിൽ നോക്കി പ്രാർത്ഥിക്കുക. വിളക്ക് പ്രാർത്ഥന: ഓം ശിവം ഭവതു മംഗളം ആയുരാരോഗ്യ വർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതി നമോ നമഃ. അതിനുശേഷം പവിത്രം എടുത്ത് കയ്യിൽ തൊഴുത്ത് പിടിക്കുക. പറയാം: ഓം പവിത്രം പാപനാശനം ആയുഷ് ഹേതുഫലം സൗഖ്യം അമാവാസി ശ്രാദ്ധ ബലി ക്രിയാഗ്രഹം പവിത്രധാരണം അഹം കരിഷ്യേ. വലതുകൈയുടെ മോതിരങ്ങളിൽ ധരിക്കുക. അതിനുശേഷം ദർഭ മുറിച്ചത് 2 ആക്കി
കഴിമ്പ്രം സ്വപ്നതീരത്ത് കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. കഴിമ്പ്രം വ്യാസ ആത്മീയ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടന്നത്. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് വലിയ തിരക്കായിരുന്നു. ഗോകുൽ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം നടന്നത്. ഒട്ടനേകം ഭക്തർ സമുദ്രതർപ്പണം നടത്തി. സമിതി പ്രസിഡന്റ് സജിത സുഭാഷ്, സെക്രട്ടറി വിജയകുമാർ, സമിതി രക്ഷാധികാരി സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, സുനിത നാരായണൻ, ശ്രീദേവി, സുമേഷ്, സുബ്രഹ്മണ്യൻ എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. ബ്രാഹ്മണേഭ്യോ നമഃ സർവേഭ്യോ പിതൃഭ്യോ നമോ നമഃ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഗുരുക്കന്മാരെയും ഗുരുകാർണവന്മാരെയും മരിച്ചുപോയ എല്ലാ പിതൃക്കളെയും ഇഷ്ടദേവത, കുലദേവത, ഗ്രാമദേവത എന്നീ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുമായ സർവ്വദേവീ ദേവഗണങ്ങളുടെയും പരിപൂർണമായ അനുഗ്രഹത്തിനായി നല്ലപോലെ മനസ്സാൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇലയുടെ തുമ്പുഭാഗത്തായിട്ട് പുഷ്പം സമർപ്പിച്ച് അവിടെ ഒന്ന് തൊട്ട് നമസ്കരിക്കണം. ശ്രദ്ധയാക്രിയതേതി ശ്രാദ്ധം എന്നാണ്. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും പരിപൂർണമായ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മുടെ മുൻപിൽ 2 ഗ്ലാസ് ഉണ്ടാവും. ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ തീർത്ഥാണുള്ളത്. നാട്ടിക പള്ളം ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പള്ളം ബീച്ചിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. പെരിങ്ങോട്ടുകര വേണുശാന്തിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണി മുതൽ നടന്ന വാവു ബലിതർപ്പണത്തിൽ 100 കണക്കിന് പേർ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. പള്ളം ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് ഷിതീഷ് ചെമ്പിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി AV സത്യരാജ്, PV വിഷ്ണു, UB അജയൻ, CR രാജേഷ്, OR മധു, PV സെന്തിൽകുമാർ, AK ചന്ദ്രശേഖരൻ, UD നിഖിൽ, രവി മയൂർ, NP ആഘോഷ്, AD പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹോദയ അതീത കുലകൂടിന സപ്തദ്വീപ നിവാസിനം ബ്രഹ്മ പോനാലോകാൻ ഇതമസ്തു തിലോദകി കൊടുത്തിട്ടോളൂ. ഗ്ലാസ് താഴ്ത്തു വെച്ചിട്ട് തൊഴുതു പിടിക്കാം. ഓം അദസി പുഷ്പസംകാശോപരിശോഭിതം ഏ നമസ്യന്തി ഗോവിന്ദം നദേശാം വിദ്യതേ ഭയം വനമാലി ഗതീശാർഗി ശങ്കി ചക്രീ ചക്നാന്ദി ശ്രീമൻ നാരായണ വിഷ്ണു വാസുദേവോപി രക്ഷതും അനാദിനികനോ ദേവാ ശംഖുചക്രകലാധര അക്ഷയ പുണ്ടരീകാക്ഷ പിതൃമോക്ഷപ്രദോ. ഓം നമോ നാരായണായ. മക്കളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നാട്ടിക പള്ളം ബീച്ചിൽ നിന്നും നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് താലി എഴുന്നള്ളിപ്പ് നടന്നു. കൊല്ലം തോറും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള താലി എഴുന്നള്ളിപ്പ് നാട്ടിക പള്ളം കടപ്പുറത്ത് നിന്നും പൂത്താലങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരിക്കിരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ വിതരണവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പള്ളം താലി എഴുന്നള്ളിപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരിടവേള കൂടി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കണ്ടശങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാളിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ നിർവഹിച്ചു. തിരുനാൾ ദിവസമായ ജൂലൈ 25 രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിസ്വിൻ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ഏബിൾ ചെറിയത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവ നടക്കും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ റോയൽ വോയ്സ് ആമ്പല്ലൂർ, കൈരളി, ചാലക്കുടി എന്നീ ടീമുകളുടെ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ സിഒ ജിൻഡോ, ബൈജു ജോർജ്, ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങ് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. 6-ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരവും അധ്യാപകനുമായ പയസ് മാസ്റ്റർ കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, വാർഡ് കൺവീനർ ഷിജു ചിറ്റോളി, രാജു ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഈ ചടങ്ങ് ചെയ്യുമ്പോൾ നിങ്ങളെ തിരിച്ചറിയുക എന്ന് മാത്രമല്ല, നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് നൽകുവാൻ കൂടിയുള്ള ഒരു എളിയ പ്രവർത്തനം കൂടിയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. ഇത് മനസ്സിലാക്കണം. നമുക്ക് നാളെ ഈ സമൂഹത്തിന്, ഇപ്പോൾ ടോണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചെയ്യേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം ആയിട്ടൊന്നും ഈ മെറിറ്റ് ഡേ കണക്കാക്കേണ്ടതില്ല. ഇത് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ്. ഈ സമൂഹത്തിനോട് ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളൊരു കടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇത് നമ്മളിലേക്ക്, കുട്ടിയോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു മനസ്ഥിതി കൂടിയാണ്. നമ്മൾക്കും ചുറ്റുമുള്ള വ്യക്തികളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാനും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ, മുന്നോട്ട് പോകുന്നവരെ അഭിനന്ദിക്കാനും, പിന്നോട്ട് പോകുന്നവരെ മുന്നിലേക്ക് നയിക്കാനും നമ്മൾ ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും അതിൻ്റെതായ കടപ്പാടും ചുമതലയും ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കുകയാണ് ഈ ഒരു പ്രവൃത്തിയോട് ചെയ്യുന്നത്. വടൻപള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമ്മൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃശൂർ സെയിന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഇഗ്നേഷ്യസ് ആന്റണി കൊള്ളന്നൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ നിന്നും ക്ലൈമറ്റ് സയൻസിൽ MSc 1ാം റാങ്ക് നേടിയ ആറ്റ്ലി P. ജോമോൻ, CA പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാതറിൻ പോൾ,
ഗോഡ്വിൻ ഫ്രാൻസിസ് CMA പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഗോഡ്സൺ ഫ്രാൻസിസ് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, MPTA പ്രസിഡന്റ് RH ഹാഷിഫ, ജോർജി T തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ PTA കമ്മിറ്റി ഭാരവാഹികളായി CS സുനിൽകുമാർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് PA ഷിഹാബ്, മാതൃസംഘം പ്രസിഡന്റ് RH ഹാഷിഫ എന്നിവരെ തെരഞ്ഞെടുത്തു. പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെയും കൂടിയാണ് പ്രിയപ്പെട്ടവർ. അധ്യാപകർ പങ്കുചേരുന്നത് മാതാപിതാക്കളുടെ അധ്യാപനത്തിലെ ഒരു ഭാരമാണ്. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അപ്പനും അമ്മയ്ക്ക് എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ അധ്യാപന ദൗത്യത്തിലെ ഒരു ഭാഗമാണ് അധ്യാപകർ ചെയ്യുന്നത്, മുഴുവൻ ഭാഗമല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ബാക്കി ഭാഗം ചെയ്യാൻ ജന്മം നൽകിയ അന്ന് തൊട്ട് കർമ്മത്തിന്റെ മുഴുവൻ പാതയിലും കർമ്മത്തിന്റെ ടാർഗറ്റ് വരെയും നിങ്ങൾക്കാണ് അനുധാവനം ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ യാത്ര ചെയ്യാൻ, സഹഗമിക്കാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവര്. ഇവിടുത്തെ 7 കൊല്ലത്തെ പഠിപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ ഫീൽഡിൽ നിന്ന് മാറും. പക്ഷെ അധ്യാപകരോടുള്ള ബന്ധം, ആ ബന്ധം കുട്ടി ഹൃദയത്തിൽ പേറിക്കൊണ്ട് മുന്നോട്ട് പോകും. ആദ്യത്തെ കൊല്ലം കുറെ വിളിക്കും, രണ്ടാമത്തെ കൊല്ലം വിളി കുറയും. വളർന്നു വളർന്നു പോകും തോറും വിളിയുടെ എണ്ണം കുറയുമെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കുമ്പോ ആ അധ്യാപകന്റെ ഹൃദയം ഒന്ന് സ്പർശിക്കപ്പെടും. അവൻ സന്തോഷിക്കും. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിന്റെ യാത്രയിൽ അവൻ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ ഓർക്കുന്നു എന്നുള്ളതാണ്. ഓർമ്മകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരടന്റെ ഈ മാസത്തെ ഓണറേറിയം കടുത്ത ഹൃദ്രോഗം മൂലം ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്ന തണ്ടാശ്ശേരി പ്രേംലാലിനും കുടുംബത്തിനും നൽകി. ഇതുൾപ്പെടെ ബഗീഷ് പൂരടന്റെ എല്ലാ ഓണറേറിയവും സേവന പ്രവർത്തനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ചടങ്ങിൽ BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ, ഷൺമുഖൻ മയൂർ, രാജേഷ് കാര്യാട്ട്, മണികണ്ഠൻ ഭാഷ, ലിജി മനോഹരൻ എന്നിവർ പങ്കെടുത്തു. എൻ്റെ ഈ മാസത്തെ ഓണറേറിയം പതിവ് പോലെ ഗുരുതരമായിട്ടുള്ള ഹൃദയരോഗം ബാധിച്ച് ആൻജിയോപ്ലാസ്റ്റിക് വിധേയമായ തണ്ടാശ്ശേരി പ്രേംലാൽ ചേട്ടനാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം വളരെ കാലമായി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ ഒരു സൽക്കർമ്മം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം ചരിതാർത്ഥ്യമാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൃപ്പയാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നാട്ടിക സഹകരണ സർവീസ് സംഘം ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 57 അംഗങ്ങളിൽ നിന്നിപ്പോൾ 157 അംഗങ്ങളിലേക്കുള്ള വളർച്ച, അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മേഖലകളിലും മേഖലാ സെക്രട്ടറിമാരെ, ഏരിയ സെക്രട്ടറിമാരെ നിയോഗിച്ചുകൊണ്ടുള്ള ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ നാളിൽ ചെയ്യുന്നതനുകരിക്കുന്ന അംഗങ്ങളുടെ പ്രാതിനിധ്യം. അതെല്ലാം ഞാനിനി അതിനെക്കുറിച്ച് പറയണില്ല. എന്നിരുന്നാലും നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഈ പദ്ധതി, ലൈഫ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ നിരാശയോടുകൂടി കാണുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിനുവേണ്ടി ഒരു സംഘടന നമ്മളെ വ്യത്യസ്ത മേഖലകളിൽ വിരാജിച്ചിരുന്ന, കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും വിമുഖത കാണിച്ചിരുന്ന കുറെ നമ്മളെല്ലാം ജോലി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ചിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി RA ഫൈസൽ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, ജില്ലാ ട്രഷറർ KC ജോർജൻ, CJ ആൻഡോ, MP ജോൺസൺ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. തുടർന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുൻ ഡയറക്ടർ ഫാദർ റോയ് ജോസഫ് വടക്കൻ പഠന ക്ലാസ് നടത്തി. ഒട്ടുമിക്ക വാർത്തകളും നെഗറ്റീവാണ്. എന്തോരം പോസിറ്റീവ് കാര്യങ്ങൾ നടക്കണം നമ്മുടെ നാട്ടിൽ. പക്ഷെ അതൊന്നും ആരും വാർത്തയാക്കില്ല. സെൻസേഷനുള്ള നെഗറ്റീവ് വാർത്തകൾ കയറി വരുന്നു. കുറ്റപ്പെടുത്തല്ല, പക്ഷേ മലയാളികളുടെ മൈൻഡ് സെറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. എനിക്കൊരു സംശയമില്ല. 21 രാജ്യം സന്ദർശിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 40 വയസ്സിനുള്ളിൽ. പലയിടത്തും ചെല്ലുമ്പോൾ ബോറടിക്കും. കാരണം എന്താണെന്നറിയോ? എല്ലാ സ്ഥലവും ഒരുപോലെ, എല്ലാ റോഡും എല്ലാ കടകളും ഒരുപോലെ.
റിച്ച് മാക്സ് ഫിൻവെസ്റ്റും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടനപ്പള്ളി ചിലങ്കയിൽ വെച്ച് നടത്തിയ ക്യാമ്പ് വാടനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ NB ഷൈജു ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. സൗജന്യ നേത്രരോഗ നിർണയം, തെരഞ്ഞെടുത്ത രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ എന്നിവയുണ്ടായിരുന്നു. റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് സോൺ മാനേജർ കിഷോർ ഗോപി, നോർത്ത് ആൻഡ് സെൻട്രൽ സോണൽ ഹെഡ് CV അദീഷ്, വാടനപ്പള്ളി ശാഖാ മാനേജർ ഷെറിൻ ചാൾസ്, വെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് EB ബിനു, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം CM നിസാർ, ഡോക്ടർ സിബി റാം, പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നെ വലിയൊരു പ്രസംഗത്തിനുള്ള സമയമില്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഈ ഒരു സൗജന്യ നേത്രപരിശോധന ക്യാമ്പിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഇതുപോലുള്ള ചടങ്ങുകൾ ഇനിയും സംഘടിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. എടമട്ടം സർദാർ സ്മാരകത്തിൽ നടന്ന കൺവെൻഷൻ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട അധ്യക്ഷത വഹിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി VC കിഷോർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം വനിതാ കർഷക സംഘം സെക്രട്ടറി സീന കണ്ണൻ, BKMU വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, AIYF വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി മുബീഷ് പനക്കൽ, ലാൽ കച്ചില്ലം, KA റഹ്മത്ത് അലി, TMC രാജൻ, കൃഷ്ണൻ കല്ലറക്കൽ, യതീന്ദ്രൻ പാതാട്ട്, രാജൻ പട്ടാട്ട്, KV ഹിരൺ എന്നിവർ സംസാരിച്ചു. AIKS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ VS ഗംഗാധരന് CPI ലോക്കൽ സെക്രട്ടറി VC കിഷോർ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാഥാലയത്തിൽ മരിച്ച പിതാവിന്റെ മൃതദേഹം കാണാൻ നിൽക്കാതെ മകൻ വീട് പൂട്ടിപ്പോയി. പിതൃസ്മരണയിൽ ആയിരങ്ങൾ കർക്കടക വാവുബലി തർപ്പണം നടത്തി. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നാട്ടികയിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.